ഇവിടെ യോശുവ പറയാണ്, ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തൊന്നും ഇപ്പം വർഷിപ്പ് ചെയ്യിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അല്ലേ, അത് ചെയ്യുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം, യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. ബട്ട് എൻ്റെ കാര്യത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് നമുക്ക് തീരുമാനിക്കാം. അത് ആർക്കാ തീരുമാനിക്കാൻ പറ്റുന്നത്? നമുക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങളെല്ലാം കൂടെ നാഷണൽ ഗോഡായിട്ട് ബാലിനെ തിരഞ്ഞെടുത്താലും ഞാൻ ആരെ തന്നെ ആരാധിക്കും? യഹോവയെ തന്നെ ആരാധിക്കും. അതാണ് അവൻ പറയുന്നത്. ഇനി 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ജനങ്ങൾ പറയാണ്, ജനം പറഞ്ഞു, എന്താ, ഞങ്ങൾക്ക് വേറെ ദൈവത്തെ വേണ്ട, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും, മാറ്റമില്ല. ഇല്ലേ? 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 19, 20 വാക്യങ്ങളിൽ പറയുന്നത് യോശുവ വളരെ കൃത്യമായിട്ട് പറയാണ്, മോനെ അത് ആവേശത്തിന്റെ പുറത്ത് പറയുന്നതാണ്. ഞങ്ങൾ യഹോവയെ തന്നെ അങ്ങ് സേവിക്കുമെന്ന് പറയുന്നത്. എന്നിട്ട് എന്തെന്നറിയാമോ? 19 വാക്യത്തിൽ യോശുവ ജനത്തോടെ, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. ഒരു നേതാവ് പറയാ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എങ്ങനെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തവനെ കൊണ്ട് അങ്ങ് തീരുമാനം എടുപ്പിക്കുകയല്ലേ വേണ്ടത്. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ഡിസിഷൻ ഒന്ന് എടുപ്പിച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും പറയാതെയാണ് ആളുകളോട് പലപ്പോഴും ഡിസിഷൻ എടുക്കാനായിട്ട് പറയുന്നത്. കോൺസിക്വൻസസ് ഒന്നും പറയാനാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അറിയാമോ? ഇവിടെ യോശുവ പറയുന്നത്, എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് രണ്ടു കൂട്ടരെ അറിയാം. ഐ നോ ഹൂ ഗോഡ് ഈസ്, ഐ നോ ഹൂ യഹോവേ ഈസ്, ആൻഡ് ഐ നോ യു ഓൾസോ. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ഇത് നമ്മൾ ആളുകളോട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടാണ്, ഇല്ലേ? ഒന്നാമത്തെ കാര്യം, പാപവും ഭക്തിയും ഒരുമിച്ച് പോകത്തില്ല. അത് പെന്തിക്കോസുകാരൻ ഉൾപ്പെടെ എന്നും ഉരുവിടേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യം, ഓരോ ദിവസം പറയേണ്ട കാര്യമാണ്. പാപവും ഭക്തിയും ഒരുമിച്ച് പോകത്തില്ല. യോശുവ പറയാണ്, നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല. കാര്യം, നിങ്ങൾക്ക് പാപം ചെയ്തേ പറ്റൂ, നിങ്ങൾക്ക് നീതി കാണിക്കാനുള്ള മനസ്സ് ഇല്ല. അവിടെ പറയുന്നത്, നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും അവൻ ക്ഷമിക്കയില്ല. അതിക്രമങ്ങളെയും പാപങ്ങളെയും ഈ ജനങ്ങളെ 40 വർഷം കൊണ്ട്, 80 വർഷമായിട്ട് അവൻ അറിയാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് അറിയാം. ഇവൻ 110 വയസ്സുള്ളവനായിട്ടാണ് മരിക്കുന്നത്. തീരെ ചെറുപ്പം തൊട്ടേ അറിയാം. പക്ഷേ അന്ന് ഈജിപ്തിൽ നിന്ന് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവൻ എങ്ങനെ അറിയാം? 40 years ഇവൻ മരുഭൂമിയിൽ വെച്ച് ഈ ജനങ്ങളുടെ അതിനു മുമ്പ് ഇവർ ദൈവവുമായിട്ടുള്ള ബന്ധമൊക്കെ കണക്കായിരുന്നല്ലോ. പക്ഷേ അവരെ ദൈവം രക്ഷപ്പെടുത്തി കർത്താവിന്റെ നീട്ടിയ ഭുജം കൊണ്ട് മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത് മരുഭൂമിയിലൂടെ കൊണ്ടുപോയുള്ള ഈ 40 വർഷത്തെ യാത്രക്കിടയ്ക്ക് ഇവൻ ശരിക്കും ഈ ജനങ്ങളെ പഠിച്ചു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങൾക്ക് ദൈവത്തെ പിൻപറ്റാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കൂടുതൽ ദോഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ബാലിന്റെ പുറകെ പോകും. പക്ഷെ ഞാൻ പോകത്തില്ല. കാര്യം, എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാവുന്നു, ഞാൻ പോകത്തില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടു, പണ്ടത്തെ പോലൊന്നുമല്ല, എല്ലാം നിർത്തി, എല്ലാ കാര്യങ്ങളും നിർത്തി. ഞാനിപ്പോൾ കള്ളുകൂടിയൊക്കെ അങ്ങ് നിർത്തി. എന്നാ നിർത്തി? അല്ല, ഇന്നലെയാണ് നിർത്തിയത്. ഏത് നമ്മൾ അല്ല, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ എത്ര പ്രാവശ്യം, എനിക്ക് ഇത് നിർത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല, ഞാൻ എത്ര പ്രാവശ്യം നിർത്തിയിട്ടുള്ളതാണ്. ഇത് നിർത്താൻ എനിക്ക് പ്രയാസമൊന്നുമില്ല, ഞാൻ എത്രയോ പ്രാവശ്യം നിർത്തിയിട്ടുള്ളതാ. ഇല്ലേ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവൻ ജനങ്ങളോട് പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സെർവ് ദ ലോർഡ്. കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ ആ രീതിയിൽ പോകാനായിട്ട് നീ തയ്യാറാകണം. അല്ലാതെ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞാൽ പറ്റത്തില്ല. ആത്മാവില്ലാത്തവന് കർത്താവിനെ പിൻപറ്റുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് അത് കഴിയത്തില്ല, ആത്മശക്തി കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ജനങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വി വിൽ ഡു ദാറ്റ്. എന്നിട്ട് 21 മുതലുള്ള വാക്യങ്ങൾ ജനങ്ങൾ യഹോവയെ തന്നെ തെരഞ്ഞെടുത്തു. 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ 10 വയസ്സുള്ളവനായി മരിച്ചു. യോശുവയുടെ കാലം കഴിഞ്ഞു. ന്യായവിധികളുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ യോശുവയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തലമുറ, യോശുവ മരിച്ചു കഴിഞ്ഞിട്ടും കുറച്ച് നാളോട് അന്നുണ്ടായിരുന്ന ജനങ്ങളുണ്ടല്ലോ, അന്ന് ഈ ഉടമ്പടി ചെയ്ത ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ തലമുറ ദൈവത്തെ സേവിച്ചെന്നാണ് പറയുന്നത്. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവനെ എഫ്രൈം പർവ്വതത്തിലെ തിമ്നോത്ത് അവിടെ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. നോക്ക്, ആരെ? യോശുവയോട് ഉടമ്പടി ചെയ്തതായ ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? മരിച്ചു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. ദ നെക്സ്റ്റ് ജനറേഷൻ. ഒരു തലമുറയുടെ വ്യത്യാസം. ആ ഒറ്റ തലമുറയുടെ വ്യത്യാസത്തിന് എന്താണെന്നറിയാമോ? ടോട്ടലി കാര്യങ്ങൾ വ്യത്യാസമാവുകയാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ ആവേശം. അത് ആവേശത്തിന്റെ പുറത്ത് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാലൊന്നും കാര്യങ്ങൾ, അതായത് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചെന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് അവരുടെ ഫെയ്ത്ത് കൈമാറുന്നതിൽ അവർ പരാജയം.
ഇന്ന് ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന സെയിം പ്രശ്നം. ഞാൻ ചില സമയത്തൊക്കെ വെരുണ്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് ഐ എം റിയലി സാഡ് ആൻഡ് ഐ എം ഫിയർ. എന്നറിയാമോ, എൻ്റെ തലമുറയിൽ ഉൾപ്പെട്ടവരുൾപ്പെടെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫെയ്ത്ത് കൈമാറിയിട്ടില്ല. അവരുടെ സ്വത്ത് കൈമാറിയിട്ടുണ്ട്, വസ്തു കൈമാറിയിട്ടുണ്ട്, വിദ്യാഭ്യാസം. ഇപ്പം നമ്മളെയൊക്കെ ചെയ്യുന്നതറിയാം, നമ്മളെ കൊണ്ട് എന്താ ബ്രദറെ ചെയ്യാൻ പറ്റുന്നത്? എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിള്ളേരുടെ എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ഐ ക്യാൻ ഡു. ഞാൻ വേറെ സമ്പാദ്യം അവർക്ക് കൊടുക്കുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് മൈ ചിൽഡ്രൻ ആർ എഡ്യൂക്കേറ്റഡ്. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ സ്വത്ത് കൈമാറി ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഫെയ്ത്ത് കൈമാറുന്നില്ല, അല്ലേ? അതുകൊണ്ടെന്താ, നെക്സ്റ്റ് ജനറേഷൻ, ഐ എം ക്വൈറ്റ് ഷുവർ യു കനോട്ട് എക്സ്പെക്ട് ദ നെക്സ്റ്റ് ജനറേഷൻ സെർവിംഗ് ദ ലോർഡ്. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പീപ്പിൾ ഫെയിൽ ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത്. ആ വിശ്വാസത്തിന്റെ കൈമാറ്റം. ഈ ലൈക്ക് റിലേ റേസിൽ വി ട്രാൻസ്ഫർ ദി ബാറ്റൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം, വെറും വിശ്വാസം, നമ്മുടെ ഡോക്ടറിൻ ചിലപ്പോൾ കൈമാറുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, സ്വർഗത്തിൽ പോകണം, മില്ലീനിയം വരെയുള്ള കാര്യം ചിലപ്പം കാണാതെ പഠിപ്പിച്ചെന്നിരിക്കും. അന്നും ഇല്ല. ഞാൻ പറഞ്ഞത് മാക്സിമം നമ്മൾ കൈമാറുന്നതിനെന്നറിയാമോ? ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ. നിനക്കറിയാമോ എന്തുവാ? നീ എന്നാ 16 വയസ്സ് കഴിഞ്ഞിട്ട് എന്നാ അവിടെ സ്നാനപ്പെടാത്തത്? അല്ലേ? 16 വയസ്സിന്റെ കൂട്ടുകാരെല്ലാം സ്നാനപ്പെടാൻ കണ്ടില്ലേ നീ? ഇല്ലേ? നിന്റെ കൂട്ടുകാരെല്ലാം സ്നാനപ്പെടും. അവന് ഫെയ്ത്ത് കൈമാറ്റം ചെയ്യും. അത് എങ്ങനെയുള്ള ഫെയ്ത്താണ്? സിൻസിയർ ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസം വേറെ, നമ്മൾ പറയുന്ന ഡോക്ട്രിൻ വേറെ. ഇന്ന് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ഡോക്ട്രിൻ. പിള്ളേർ സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിക്കണം, ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ ഉപദേശം ഒന്നും അവർക്ക് മനസ്സിലാകത്തില്ല. ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പഠിക്കാനുള്ളത്, അതിൽ കൂടുതൽ ഉപദേശമൊന്നും ഞാൻ കണ്ടില്ല. എബ്രാഹിം 6-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് എബ്രാഹിം കാര്യം പറയുന്നത്, എന്തോടാ 25 കൊല്ലം കഴിഞ്ഞിട്ടും പിന്നെയും ആദ്യപാഠങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നിർത്താറായില്ലയോ എന്ന് ചോദിക്കുന്നത്. എന്തൊക്കെയാ? കൊച്ചു കാര്യങ്ങളൊന്നും അല്ല. എന്താണ്? നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, മരിച്ചവരുടെ വീർപ്പ്, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്. അപ്പൊ നമ്മുടെ നോട്ടത്തിൽ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എത്ര കാലം എടുക്കുമല്ലേ? ഇല്ലേ? എന്നിങ്ങനെയുള്ള ഇതൊക്കെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ വിടാതെ അവിടെ അതിനെക്കുറിച്ച് പറയുന്നത് അറിയാം. ഓൾ ദീസ് ഡോക്ട്രിൻസ് ആർ ജസ്റ്റ് ബേസിക്. അത് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള എന്നുള്ളതിനേക്കാൾ വരി ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ പരിശ്രമിക്കും. സിൻസിയർ ഫെയ്ത്ത് ഒരിക്കലും വാക്കുകളിലൂടെ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. വാക്കുകളില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലൂടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഫെയ്ത്ത് മനസ്സിലാക്കണം. നമ്മളുള്ള കള്ളത്തരങ്ങളെല്ലാം പിള്ളേരെ പറഞ്ഞു കൊടുക്കും. മോനേടാ, നിനക്കറിയാമോ പപ്പ എങ്ങനെയാ ജീവിച്ചതെന്ന്? അല്ലേ? പപ്പ എങ്ങനെയാ ജീവിച്ചതെന്ന് നിനക്ക് അറിയാമോ? പപ്പ ജീവിച്ചതെല്ലാം പറയത്തില്ല, ഇല്ലായ്മേ പറയത്തുള്ളൂ. കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും മിണ്ടത്തില്ല. പപ്പ എങ്ങനെയാ ജീവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചെറുക്കനോട് പറയുന്നത് എന്താണ്, അന്ന് ഞങ്ങൾ 4.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 9 കിലോമീറ്റർ നടന്നാടാ ഞാൻ പോയിക്കൊണ്ടിരുന്നത്, നീ നടക്കുമോ? ഇല്ലേ? ഇതൊക്കെയാണ് നമ്മൾ മാക്സിമം പറയുന്നത്. ഇല്ലേ? ഇതൊക്കെയാണ് മാക്സിമം പറയുന്നത്. പക്ഷെ എന്താണ് പഠിപ്പിക്കേണ്ട കാര്യം? എന്താണ്? വാട്ട് ഓൾ തിങ്സ് ഗോഡ് ഹാസ് ടോട്ട് മീ ഇൻ മൈ ലൈഫ്, ദ സിൻസിയർ ഫെയ്ത്ത്. ഐ ട്രസ്റ്റഡ് ഗോഡ് ഇൻ എവ്രി വേ ആൻഡ് ഗോഡ് വാസ് ഫെയ്ത്ത്ഫുൾ. എല്ലാ രീതിയിലും ദൈവം എനിക്ക് വേണ്ടി. നമ്മളുടെ കഷ്ടപ്പാട് പറഞ്ഞു പിള്ളേരെ, അങ്ങനെയാണെങ്കിൽ ഇന്നും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് വേണം പറയാം. ഇന്നും കഷ്ടപ്പാടാണെങ്കിൽ അങ്ങനെ പറയാം, മോനെ അന്ന് ഞാൻ കഷ്ടപ്പെട്ടു, ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നു. എനിക്ക് അതിലുപരിയായിട്ട് അന്നും എനിക്ക് ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ഗോഡ് gave me the grace to overcome all that, face that situation, and even now I am doing it by the grace of God. എന്ന് നമ്മളാരും പറയാനില്ലല്ലോ. ഈ പഴങ്കഥകൾ പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. ഇവൻ ഇത് കണ്ടിട്ടില്ല, ഈ പിള്ളേർ ഇതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു മിഷണറി മോളോട് പറഞ്ഞു, നോ, when I was a school boy I was walking to the school. അതിനാ വണ്ടി എടുക്കാഞ്ഞേ? കൊച്ചി വെച്ചാ അതിനെ വണ്ടി എടുക്കാഞ്ഞ എന്നാ സ്കൂളിൽ പോകാൻ നേരം വണ്ടി എടുക്കാഞ്ഞ എന്നാണ്? വണ്ടി ഇല്ലാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് മനസ്സിലാകുന്നില്ല വണ്ടി എടുക്കാൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ പഴങ്കഥകളിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളോട് എന്ത് പറയണമെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ നിങ്ങൾ ജീവിച്ച് കാണിക്കുന്നു അതുപോലെ അവരോട് ഹിസ്റ്ററി പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും അവരെന്ത് ചെയ്യത്തില്ല, നിർവ്യാജ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ കയറത്തില്ല. അത് നിന്റെ അമ്മ യുനീക്കയിലും നിന്റെ വല്യമ്മച്ചി ലോബീസിലും ഉണ്ടായിരുന്നു. വല്യമ്മച്ചിമാരെ ചിലപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വല്യമ്മച്ചി മാത്രം പറഞ്ഞ പോലെ അമ്മയും പറയണം. അമ്മ പറയണം, വൺ ദ സെയിം ഫെയ്ത്ത് ഐ എം ഹാവിങ്. ആ ഫെയ്ത്ത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദ ചൈൽഡ് ഫോളോസ്. ഇല്ലേ? ആ 3 തലമുറകൾ അങ്ങോട്ട് കൈമാറിയിരിക്കുന്ന ആ കാര്യം ഒന്ന് ആലോചിച്ചു. 3 ജനറേഷൻ. നമുക്കത് പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കള്ളത്തരങ്ങളും കാണിക്കണം, നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, നമ്മളുടെ കംഫർട്ട്സ് എല്ലാം നമുക്ക് വേണം, നമുക്ക് ദൈവത്തെ കളിപ്പിക്കണം. നമ്മൾ ദൈവത്തെ കളിപ്പിക്കുന്ന പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുക. അല്ലേ? പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുക.
ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഒരു ചെറുക്കാൻ പറഞ്ഞു. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, ഞാൻ ഡാഡി ഒരു കാര്യം ചെയ്യാം, താക്കോലിങ് കൊടുത്താൽ ഞാൻ കാശ് എടുത്ത് കൊണ്ട് കൊടുക്കാമെന്ന്. ഏത് കൈ പൈസ വെച്ചുകൊണ്ട് കൊച്ചു കൊടുക്കുന്നതിനറിയാമോ? നമ്മൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണേ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ്, കർത്താവേ ആഹാരത്തിനായി സ്തോത്രം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണേ. കൊച്ചു പറഞ്ഞെന്താണ്? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ദൈവത്തിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ താക്കോലിങ് കൊടുക്കുക, സേവിനകത്തിരിക്കുന്ന പൈസ ഞാൻ കൊണ്ട് താഴെ ഭക്ഷണമില്ലാത്തവർക്ക് വേണമെങ്കിൽ കൊണ്ട് കൊടുക്കാം. അതാണ് അതിൻ്റെ ആൻസർ. അത് നമുക്ക് പറ്റത്തില്ല, അല്ലേ? അത് നമുക്ക് പറ്റത്തില്ല. ആൻഡ് വി ഡു. അതൊക്കെ കള്ളത്തിലാണ് പറയുന്നത്. വെറുതെ പ്രാർത്ഥന ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് ആരെങ്കിലും നമ്മളൊരാൾ കൊടുത്തിട്ടുണ്ടോ? ഈ കൊച്ചു കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ കാണട്ടെ, അവൻ കാണട്ടെ, ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ കാണട്ടെ, ഇല്ലേ? അങ്ങനെ കണ്ടാണ് അവൻ ഈ ഫെയ്ത്ത് പഠിക്കേണ്ടത്. യഹോവയെ അറിയാത്ത ഒരു തലമുറയുടെ വ്യത്യാസത്തിൽ ഭയങ്കരമായിട്ടുണ്ട് ദൈവത്തിൻ്റെ ആ എല്ലാ കാര്യങ്ങളും ഈ തലമുറ യോശുവയോട് ഉടമ്പടി ചെയ്തതായ തലമുറ പോയി അടുത്ത തലമുറ വന്നപ്പോഴത്തേക്ക് ജനം നീതികെട്ടവരായി എന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. ബാൽ വിഗ്രഹങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ബാൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ബാലും അക്ഷേരായും ഫെർട്ടിലിറ്റി ഗോഡ്സാണ്. ഫെർട്ടിലിറ്റി ഗോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിക്കുള്ള അല്ലെങ്കിൽ കൃഷിക്ക് അവരെ സഹായിക്കുന്ന ദൈവമാണ്. ഇവർ ഈ ബാലിനെ അക്ഷേരായും പോകാനുള്ള ഒന്നാമത്തെ കാര്യം എന്നറിയാം, മറ്റുള്ള ദൈവങ്ങളല്ല ഇവരുടെ പുതിയ പഴയ നിയമത്തിലുടനീളം നോക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം എപ്പോഴും പോകുന്നതായിട്ട് പറയാണ് ബാലിൻ്റെ അക്ഷരയുടെയും പുറയാണ്. അതിൻ്റെ റീസൺ എന്നറിയാം, യുദ്ധത്തിന് വേണ്ടി ഇവർ വേറെ ഒരൊറ്റ ദൈവത്തെയും സേവിച്ചിട്ടില്ല. കാര്യം യുദ്ധം ജയിക്കാൻ യഹോവ മിടുക്കനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരുടെ മനസ്സിലെ സംശയം, അല്ല യുദ്ധം ജയിക്കാൻ യഹോവ മിടുക്കനാണ്, പക്ഷേ കൃഷി നടത്താൻ അവൻ അറിയാമോ എന്നുള്ളതാണ് സംശയം. ഞാൻ വെറുതെ പറയുന്നതല്ല, ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പൻ. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ ഹീ ഈസ് ദി ഓൾ മൈറ്റി ഗോഡ്, ഹീ ഈസ് ദ ക്രിയേറ്റർ ഗോഡ്. അവൻ സൃഷ്ടാവായ ദൈവമാണ്, അവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്, അവൻ എല്ലാ രാജ്യത്തിൻ്റെയും ദൈവമാണ്. ഇതൊന്നും അവർക്കറിയത്തില്ലായിരുന്നു. ദാവീദ് പോലും പറയുന്നത് എന്താണെന്നറിയാം? ദാവീദ് പറയുന്നത്, നീ പോയി അന്യദൈവങ്ങളെ സേവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ യഹോവയുടെ അവകാശത്തിൽ നിന്ന് ഓടിച്ചു വിട്ടല്ലോ എന്നാണ് ശൗലിന്റെ അടുത്ത് എന്ന് പരാതി പറയുന്നത്. അതായത് ഇവിടെ നിന്ന് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ലെന്നാണ് ദാവീദ് ചിന്തിച്ചിരുന്നത്. കാര്യം യഹോവ എവിടെ മാത്രമേ സേവിക്കാൻ പറ്റുള്ളൂ? ഇസ്രായേലിൽ മാത്രമേ സേവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്നതുപോലെ ദൈവത്തെ അവർ ലിമിറ്റ് ചെയ്തിരുന്നു. എന്തിന്? യുദ്ധം ജയിക്കാനായിട്ട് ദൈവം യഹോവ, കൃഷി നന്നാക്കാനായിട്ട് ബാലുമശ്ശേരി. ഇതായിരുന്നു അവരുടെ പ്രശ്നം.